എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായി തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി തയ്യാറാക്കാനായി മുട്ട ഒരു പാത്രത്തിലേക്ക് കഴുകി ഇട്ട് കൊടുത്ത് മുട്ട മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് ഇനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുട്ട പൊളിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മുട്ടയുടെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. നമുക്ക് തിരക്കുള്ള സമയത്തെല്ലാം മുട്ട പെട്ടെന്ന് ഒന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് പൊളിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ല രുചി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു കഷ്ണം സ്റ്റാറും ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും, 2 വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞത് നേരിയതായി അരിഞ്ഞെടുക്കണം. സവാളയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാടുന്നവരെ ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് വാടി വരണം. ഇതുപോലെ വാടി വന്നാൽ മതി. അധികം കളറൊന്നും മാറണ്ട. ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, നല്ലപോലെ പഴുത്ത ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്ത് ഒരു സെക്കൻഡ് ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് ചെറുതായി വാടി വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. കുരുമുളക് പൊടി നമുക്ക് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ നല്ലപോലെ ഉള്ളിയും തക്കാളിയും വെന്ത് കിട്ടണം. അതുകൊണ്ട് കുറച്ച് ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവണം തക്കാളി ഉള്ളിയെല്ലാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കൊഴുപ്പ് കിട്ടാൻ. ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് ഇതന്നെ നല്ല കൊഴുപ്പുണ്ട്. ഇനി ഈ സമയത്ത് എരിവൊക്കെ നോക്കുക, ഉപ്പൊക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. മുട്ടക്കറിയുടെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.